പ്രിയമുള്ള കുട്ടികളെ, ഇന്ന് നമ്മൾ മ്യൂട്ടേഷൻ എന്ന പ്രോസസ്സിനെ കുറിച്ചാണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ശരിക്കും ചേഞ്ചസ് ഇൻ DNA സീക്വൻസ് ആണ്. ചേഞ്ചസ് ഇൻ DNA സീക്വൻസ്. Mutation is a phenomenon which results in alteration of DNA sequences and consequently results in changes in the genotype and phenotype of an organism. അതായത് DNA സീക്വൻസിൽ ഉണ്ടാകുന്ന ചേഞ്ച് മൂലം ഒരു ജീവിയുടെ ജീനോടൈപ്പിലും അതുവഴി ഫിനോടൈപ്പിലും മാറ്റങ്ങൾ ഉണ്ടാകും. അതിനെയാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അതായത് മ്യൂട്ടേഷൻ നടക്കുമ്പോഴാണ് ജീവജാലങ്ങളിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകും. അതായത് ജീവിയിൽ നമ്മൾ പ്രകൃതിയിൽ കാണുന്ന പലതരത്തിലുള്ള ജീവജാലങ്ങൾ ഉണ്ടായതിന്റെ കാരണമായി പറയുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും മ്യൂട്ടേഷൻ പറയുന്നത്. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, റീകോമ്പിനേഷൻ ആൻഡ് മ്യൂട്ടേഷൻ ആർ ദ ഫിനോമിനൻ ദാറ്റ് ലീഡ്സ് ടു വേരിയേഷൻ DNA. DNAയിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകാനുള്ള കാരണം റീകോമ്പിനേഷനും മ്യൂട്ടേഷനുമാണ്. റീകോമ്പിനേഷൻ നമ്മൾ നേരത്തെ ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ നമ്മൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് പ്രോസസ്സുകളാണ് DNA-യിൽ വേരിയേഷൻ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് പ്രോസസ്സ്. ഇത് ഓർത്തിരിക്കണം ഏതൊക്കെ പ്രോസസ്സുകളാണ് DNA-യിൽ വേരിയേഷൻ ഉണ്ടാക്കുന്ന പ്രോസസ്സുകൾ: റീകോമ്പിനേഷൻ ആൻഡ് മ്യൂട്ടേഷൻ. അപ്പൊ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ശരിക്കും ചേഞ്ചസ് ഇൻ DNA സീക്വൻസ് ആണ്. ഇറ്റ് ലീഡ്സ് ടു ചേഞ്ച് ഇൻ ജീനോടൈപ്പ് ആൻഡ് ഫിനോടൈപ്പ്. അതുപോലെ DNA-യിൽ വേരിയേഷൻ ഉണ്ടാക്കാവുന്ന രണ്ട് പ്രോസസ്സുകളാണ് റീകോമ്പിനേഷനും മ്യൂട്ടേഷനും. ഇത് ഓർത്തിരിക്കുക. അടുത്തായി, one DNA helix runs continuously from one end to the other in each chromatin in a highly supercoiled form. നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ഇയർ പഠിച്ചാണ്. DNA ഹെലിക്സ് എന്ന് പറയുന്നത് ശരിക്കും ഒരറ്റത്തു നിന്ന് മറ്റേ ഭാഗത്തേക്ക് രണ്ട് ഇഴകളായി പിരിഞ്ഞു കിടക്കുന്ന ഒരു സ്ട്രക്ചറാണ് DNA എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അടുത്ത ചാപ്റ്ററിൽ കുറച്ചും കൂടി വിശദമായി DNA ഹെലിക്സിനെ കുറിച്ച് കൂടുതൽ പറയുന്നുണ്ട്. ഇപ്പൊ ഇതോടെ ഓർത്തിരിക്കുക. ഇനി അതുകൊണ്ട് തന്നെ therefore loss അല്ലെങ്കിൽ ഡിലീഷൻസ് ഓർ ഗെയിൻ, ഇൻസേർഷൻ ഓർ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എ സെഗ്മെന്റ് ഓഫ് DNA റിസൾട്ട് ഇൻ ഓൾട്ടറേഷൻ ഇൻ ക്രോമസോംസ്. അതായത് ചിലപ്പോൾ DNA-യുടെ സീക്വൻസിന്റെ ഒരു ഭാഗം ഏതെങ്കിലും ഒരു സെഗ്മെന്റിൽ ലോസ് അല്ലെങ്കിൽ അതിലേതെങ്കിലും ഒരു ഭാഗം നഷ്ടപ്പെടുക, DNA സീക്വൻസിൽ ഏതെങ്കിലും ഒരു ഭാഗം നഷ്ടപ്പെടുക, അതിന് നമ്മൾ ഡിലീഷൻ മ്യൂട്ടേഷൻസ് എന്ന് പറയും. ഓർ ഗെയിൻ, ഇൻസേർഷൻ ഓർ ഡ്യൂപ്ലിക്കേഷൻ, ചിലപ്പോൾ പുതുതായി ഇൻസേർട്ട് ചെയ്യപ്പെടുക, ചില DNA സീക്വൻസിൽ പുതുതായി ചില ബേസുകൾ ഇൻസേർട്ട് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ചില ബേസുകൾ ആവർത്തിക്കപ്പെടുകയോ, അതാണ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഇൻസേർഷനും ഡ്യൂപ്ലിക്കേഷനും. ഇതിലൂടെ ഒരു സെഗ്മെന്റ് ഓഫ് DNA-യിൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ക്രോമസോമിന് ചേഞ്ച് ഉണ്ട്. കാരണം ക്രോമസോമിനുള്ളിലാണ് DNA കാണുന്നത്. അപ്പോൾ ശരിക്കും ഈ DNA-യിൽ അല്ലെങ്കിൽ ക്രോമസോമിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാവുന്ന പ്രോസസ്സുകളാണ് ഇതൊക്കെ, ഡിലീഷൻസും ഇൻസേർഷൻ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ പ്രോസസ്സുകൾ. അപ്പം മ്യൂട്ടേഷന്റെ വിവിധ കാരണങ്ങളായിട്ടാണ് വരുന്നത് ഡിലീഷൻസും ഇൻസേർഷൻ, ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ പ്രോസസ്സുകൾ. ഇനി സിൻസ് ജീൻസ് ആർ നോൺ ടു ബി ലൊക്കേറ്റഡ് ഓൺ ക്രോമസോം, ഓൾട്ടറേഷൻ ക്രോമസോം റിസൾട്ട് ഇൻ അബ്നോർമാലിറ്റീസ് ഓർ അബറേഷൻസ്. അപ്പൊ ജീൻ എന്ന് പറയുന്നത് ശരിക്കും ക്രോമസോമിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു, DNA-യുടെ ഭാഗങ്ങളാണ് യഥാർത്ഥത്തിൽ ജീനുകൾ. അപ്പോൾ ജീൻസ് ശരിക്കും ക്രോമസോമിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഓൾട്ടറേഷൻ ക്രോമസോം റിസൾട്ട് ഇൻ അബ്നോർമാലിറ്റീസ് ഓർ അബറേഷൻ, ക്രോമസോമിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ക്രോമസോമൽ അബറേഷൻസ് അല്ലെങ്കിൽ അബ്നോർമാലിറ്റികൾക്ക് കാരണമാകുന്നു. ക്രോമസോമിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അബ്നോർമാലിറ്റീസ് അല്ലെങ്കിൽ അബറേഷൻസ്, ചില തകരാറുകൾ, ക്രോമസോമൽ തകരാറുകൾക്ക് കാരണമാകുന്നു. ക്രോമസോമൽ അബറേഷൻസ് ആർ കോമൺലി ഒബ്സർവ്ഡ് ഇൻ ക്യാൻസർ സെൽസ്. ക്യാൻസർ സെല്ലുകളിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള ചില ക്രോമസോമൽ അബറേഷനുകളാണ് നമ്മൾ കാണുന്നത്, ക്രോമസോം ചേഞ്ചസ് ആണ് കാണുന്നത്. അതായത് നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ജീനുകൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ക്രോമസോമിലാണ്. കാരണം എന്താണ്? ജീനുകൾ എന്ന് പറയുന്നത് DNA-യുടെ വർക്കിംഗ് പാർട്സ് നമ്മൾ പറയുന്നത്. DNA-യുടെ പ്രവർത്തന ഭാഗങ്ങളെയാണ് ജീനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ജീനുകൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ക്രോമസോമിലായതുകൊണ്ട് അതിലുണ്ടാകുന്ന ഏത് തരത്തിലുള്ള മാറ്റവും ക്രോമസോമിൽ ചേഞ്ച് ഉണ്ടാക്കുകയും അതുമൂലം അബ്നോർമാലിറ്റികൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അതാണ് നമ്മൾ മ്യൂട്ടേഷന്റെ പ്രോസസ് എന്ന് പറയുന്നത്. ഇനി മ്യൂട്ടേഷൻ ഓൾസോ അറൈസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ എ സിംഗിൾ ബേസ് പെയർ ഓഫ് DNA. ദിസ് ഈസ് നോൺ ആസ് പോയിന്റ് മ്യൂട്ടേഷൻ. പലപ്പോഴും ഈ മ്യൂട്ടേഷൻ ഉണ്ടാകുന്നതാണ് ഒരു ബേസ് പെയർ ഉണ്ടാകുന്ന ചേഞ്ച് ആയിരിക്കും. DNA-യുടെ ഒരു ബേസ് പെയർ ഉണ്ടാകുന്ന ചേഞ്ച് മൂലം പോലും മ്യൂട്ടേഷൻ ഉണ്ടാകാം. അതിനെയാണ് നമ്മൾ പോയിന്റ് മ്യൂട്ടേഷൻ. നമ്മളിപ്പോൾ നൈട്രജൻ ബേസുകൾ ക്രമമായി പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട്, 4 നൈട്രജൻ ബേസുകൾ ഉണ്ട് DNA-യിൽ. ഏതൊക്കെയാണ്? അഡിനിൻ, ഗുവാനിൻ, തൈമിൻ, സൈറ്റോസിൻ. അപ്പോൾ അവയിങ്ങനെ ക്രമമായി അടുക്കി വെച്ചിരിക്കുന്നതിനിടയിൽ ഏതെങ്കിലും ഒരു നൈട്രജൻ ബേസ് ഇടയ്ക്കുന്ന ഒരു നൈട്രജൻ ബേസിൽ മാത്രം ചേഞ്ച് വന്നാൽ പോലും അത് പോയിന്റ് മ്യൂട്ടേഷന് കാരണമാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സിംഗിൾ ബേസ് പെയർ ഓഫ് DNA-യിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷനെയാണ് നമ്മൾ പോയിന്റ്
പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഒരു പോയിന്റിൽ മാത്രം സംഭവിക്കുന്നുണ്ടാണ് അതിനെ പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. എ ക്ലാസിക്കൽ എക്സാമ്പിൾ ഓഫ് സച്ച് എ മ്യൂട്ടേഷൻ ഈസ് സിക്കിൾ സെൽ അനീമിയ. ഇതിന് കോമൺ ആയ എക്സാമ്പിൾ പോയിന്റ് മ്യൂട്ടേഷൻ ഒരു എക്സാമ്പിൾ ആണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. അത് എന്താണ് അവിടെ ആ മ്യൂട്ടേഷൻ എന്നുള്ളത് നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നുണ്ട് പുറകെ. അപ്പം നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയുന്നതിന് ഇത്തരത്തിലുള്ള പോയിന്റ് മ്യൂട്ടേഷൻ ഒരു കോമൺ എക്സാമ്പിൾ ആണ് സിക്കിൾ സെൽ അനീമിയ. ഇനി ഡിലീഷൻ ആൻഡ് ഇൻസേർഷൻസ് ഓഫ് ബേസ് പെയർസ് ഓഫ് DNA കോസസ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻസ്. അപ്പോൾ ഈ പോയിന്റ് മ്യൂട്ടേഷൻ പോലെ മറ്റൊരു പ്രോസസ്സാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. അതായത് ഡിലീഷനോ ഇൻസേർഷനോ ഒക്കെയാണ് DNA ബേസ് പെയറിൽ ഉണ്ടാകുന്നതെങ്കിൽ, അതായത് കുറച്ച് നൈട്രജൻ ബേസുകൾ ഡിലീറ്റ് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ പുതുതായി കുറച്ച് നൈട്രജൻ ബേസുകൾ ആഡ് ചെയ്യപ്പെടുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതിനെ നമ്മൾ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്നാണ് പറയുക. DNAയിലെ ഡിലീഷൻ ഇൻസേർഷൻ മൂലം ഉണ്ടാകുന്ന മ്യൂട്ടേഷനാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. രണ്ടുതരം മ്യൂട്ടേഷൻ നമ്മളിവിടെ പറഞ്ഞത്, ഒന്ന് പോയിന്റ് മ്യൂട്ടേഷൻ, മറ്റൊന്ന് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. അതിൽ പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബേസ് പെയറിൽ ഉണ്ടാകുന്ന ചേഞ്ചുകൾ, DNAയുടെ ഒരു ബേസ് പെയറിൽ ഉണ്ടാകുന്ന ചേഞ്ചുകളെയാണ് നമ്മൾ പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. എന്നാൽ അഡീഷനോ ഡിലീഷനോ മൂലം അല്ലെങ്കിൽ ഇൻസേർഷനോ മൂലം DNAയുടെ ബേസ് പെയറുകളിൽ ഉണ്ടാകുന്ന ചേഞ്ചുകളെയാണ് നമ്മൾ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി there are many chemical and physical factors that induce mutation. ഈ മ്യൂട്ടേഷന് കാരണമാകാവുന്ന നിരവധി കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. ദീസ് ആർ റെഫർഡ് ടു ആസ് മ്യൂട്ടജൻസ്. അവയാണ് നമ്മൾ മ്യൂട്ടജൻസ് എന്ന് പറയുന്നത്. അതായത് ഉൽപരിവർത്തനത്തിന് കാരണമാകാവുന്ന ഫിസിക്കൽ കെമിക്കൽ ഫാക്ടേഴ്സിനെയാണ് നമ്മൾ മ്യൂട്ടജനുകൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന, DNA-യിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന കെമിക്കൽ ഫിസിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. അവയെ നമ്മൾ ശരിക്കും മ്യൂട്ടജനുകൾ എന്നാണ് പറയുന്നത്. UV radiations cause mutations in organisms. It is a mutagen. For example ആണ് UV radiations. ജീവികളിൽ മ്യൂട്ടേഷൻ ഉണ്ടാക്കാവുന്ന ഒരു എക്സാമ്പിൾ ആണ് UV റേഡിയേഷൻ. നമ്മൾ മ്യൂട്ടജന് ഒരു എക്സാമ്പിൾ ആണ് UV റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ മ്യൂട്ടജനുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തായി നമുക്ക് പഠിക്കാനുള്ളത് ജനറ്റിക് ഡിസോർഡേഴ്സ് എന്നൊരു പ്രോസസ്സാണ്. ജനിതക വൈകല്യങ്ങൾ അല്ലെങ്കിൽ ജനറ്റിക് ഡിസോർഡേഴ്സ്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് പഠിക്കുന്നതിന് മുമ്പായിട്ട് അത് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ് പെഡിഗ്രി അനാലിസിസ് എന്ന് പറയുന്നത്. അതും കൂടെ നമ്മൾ അടുത്തായി പഠിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ജനിതക വൈകല്യങ്ങൾ, ആ ജനിതക വൈകല്യങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ് പെഡിഗ്രി അനാലിസിസ്. നോക്കാം. അതായത് കൺട്രോൾ റോസ് ആർ നോട്ട് പോസിബിൾ ഇൻ കേസ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. പലപ്പോഴും ഹ്യൂമൻ ബീങ്സിൽ നമുക്ക് ജനിതക പഠനം വളരെ പ്രയാസമാണ്. എന്തുകൊണ്ടായിരിക്കും നമ്മൾ ആലോചിച്ച് നോക്കി. ഇപ്പം നമ്മൾ ഡ്രോസോഫിലയിലോ പയറജലിയിലോ ഒക്കെ പരീക്ഷണങ്ങൾ നടത്തുന്ന പോലെ മനുഷ്യരിൽ പരീക്ഷണങ്ങൾ നടത്തി ജനിതക വൈകല്യങ്ങൾ കണ്ടെത്തുക എളുപ്പമല്ല. കാരണം ഒരു പരീക്ഷണം നടത്തി നമ്മൾ അതിൻ്റെ റിസൾട്ട് വളരെ വർഷങ്ങളിലൂടെ മാത്രമേ മനുഷ്യരിൽ കിട്ടുകയുള്ളൂ എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു ജനിതക വൈകല്യം കണ്ടെത്തി അതിൻ്റെ പോരായ്മ പരിഹരിക്കാൻ ഉള്ള പരീക്ഷണങ്ങൾ നമ്മൾ നടത്തിയാൽ അതിൻ്റെ റിസൾട്ട് വളരെ കാലം കൊണ്ട് മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ വലിയൊരു ലൈഫ് സ്പാനാണ് മനുഷ്യനുള്ളത്. 10, 70, 80 വർഷം ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ ജീവിതചക്രം മുഴുവൻ പഠനം വിധേയമാക്കാൻ ഒരു സയന്റിസ്റ്റിന് മാത്രമായി ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ അതൊരു കൺട്രോൾ പ്രോസസ് സാധാരണഗതിയിൽ മനുഷ്യരിൽ വളരെ വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് മറ്റ് ജീവനങ്ങളിൽ ഇത്തരം പരീക്ഷണങ്ങൾ കൂടുതലായി നടത്തപ്പെടുന്നത്. അതിനുവേണ്ടി ദ സ്റ്റഡി ഓഫ് ഫാമിലി ഹിസ്റ്ററി അബൌട്ട് ഇൻഹെറിറ്റൻസ് ഓഫ് എ പർട്ടിക്കുലർ ട്രേറ്റ് പ്രൊവൈഡ്സ് ദ റെമഡി. അതിന് പരിഹാരമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു കുടുംബത്തിലെ ഫാമിലി ഹിസ്റ്ററി, ഏതെങ്കിലും ഒരു ട്രേറ്റിന്റെ, ഒരു പർട്ടിക്കുലർ ട്രേറ്റിന്റെ ഇൻഹെറിറ്റൻസിന്റെ ഫാമിലി ഹിസ്റ്ററി നമ്മൾ ട്രേസ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഇവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മനുഷ്യരിൽ ജനറ്റിക് ക്രോസുകൾ നടത്തി റിസൾട്ടുകൾ കിട്ടാൻ പ്രയാസമായതുകൊണ്ട്, കൂടുതൽ കാലയളവ് എടുക്കുന്നതിനാൽ നമ്മൾ ഏതെങ്കിലും ഒരു കുടുംബത്തിന്റെ ഫാമിലി ഹിസ്റ്ററി, നമുക്ക് ജനിതക വൈകല്യങ്ങൾ നിലനിൽക്കുന്ന ഒരു കുടുംബത്തിന്റെ ഫാമിലി ഹിസ്റ്ററി അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അവരുടെ കുടുംബത്തിൽ നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു ട്രേറ്റ്, ഏതെങ്കിലും ഒരു സ്വഭാവം, ഒരു ജനിതക സ്വഭാവം നമുക്ക് പല തലമുറകളിലൂടെ അനലൈസ് ചെയ്ത് കണ്ടെത്താൻ വേണ്ടി കഴിയും. An analysis of traits in several generations of a family is called the pedigree analysis. അതിനെയാണ് നമ്മൾ പെഡിഗ്രി അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫാമിലിയിൽ നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു ജനറ്റിക് ട്രേറ്റിനെ പല തലമുറകളിലൂടെ അനലൈസ് ചെയ്യുന്നതിനെയാണ് പെഡിഗ്രി അനാലിസിസ് എന്ന് പറയുന്നത്. An analysis of traits in several generations of a family is called pedigree analysis. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു നോക്കണം. വാട്ട് ഈസ് പെഡിഗ്രി അനാലിസിസ്? An analysis of traits in several generations of a family is called pedigree analysis. In the pedigree analysis, the inheritance of a particular trait is represented in the family tree over generation. അത് ചില സിംബലുകൾ ഉപയോഗിച്ച് നമ്മൾ പല തലമുറകളിലുള്ള ഒരു കുടുംബത്തിന്റെ ട്രേറ്റ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി കഴിയും. അത് നമുക്ക് തുറന്നു വരുന്ന ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഒരു കുടുംബത്തിന്റെ പെഡിഗ്രി അനലൈസ് ചെയ്തുകൊണ്ട് അതിനെ നമുക്കൊരു ട്രീ പോലെ,
ചില സിംബലുകൾ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി കഴിയും. In human genetics, pedigree study is utilized to trace the inheritance of a specific trait, abnormality or disease. മനുഷ്യന്റെ ഹ്യൂമൻ ജനറ്റിക്സിൽ നമുക്ക് ഈ പെഡിഗ്രി നമുക്ക് സ്പെസിഫിക് ട്രേറ്റ് കണ്ടെത്താനും അബ്നോർമാലിറ്റി അല്ലെങ്കിൽ ഡിസീസ് ഒക്കെ കണ്ടെത്താൻ വേണ്ടിയും നമുക്ക് പെഡിഗ്രിയുടെ ഉപയോഗമുണ്ട്. അത് നമ്മൾ നോക്കണം, എന്താണ് പെഡിഗ്രിയുടെ ഉപയോഗം. പെഡിഗ്രി ഉപയോഗിക്കുന്നതിനാണ് ടു ട്രേസ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് സ്പെസിഫിക് ട്രേറ്റ്. ഒരു സ്പെസിഫിക് ട്രേറ്റിന്റെ ഇൻഹെറിറ്റൻസ് ട്രേസ് ചെയ്യാനും അബ്നോർമാലിറ്റി കണ്ടെത്താനും അല്ലെങ്കിൽ ഡിസീസ് കണ്ടെത്താനും ഒക്കെ നമുക്ക് ഹ്യൂമൻ ജനറ്റിക്സ് പെഡിഗ്രി സ്റ്റഡി ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റാൻഡേർഡ് സിംബൽസ് യൂസ്ഡ് ഇൻ ദ പെഡിഗ്രി അനാലിസിസ് ഹാവ് ബീൻ ഗിവൻ. നമ്മൾ കോമൺ ആയി ഉപയോഗിക്കുന്ന പെഡിഗ്രി സിംബൽസ് ആണിത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണിത്. നോക്കുക, ഒന്നാമത്തെ ഈ സ്ക്വയർ രൂപത്തിൽ ഇതാണ് മെയിൽ എന്നതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു മെയിലിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഈ സിംബൽ ഉപയോഗിക്കുന്നു. ഫീമെയിലിനെ ആണെങ്കിൽ നമ്മൾ ഈ റൗണ്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് ഫീമെയിലിന്റെ സിംബലാണ്. ഇതാണ് നമ്മൾ സെക്സ് അൺസ്പെസിഫൈഡ്. അതായത് നമുക്ക് ഇപ്പം മെയിലാണോ ഫാമിലി ഹിസ്റ്ററിക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ കുറേ തലമുറ പുറകോട്ട് പോകുമ്പോൾ നമുക്ക് അത് മെയിലാണോ ഫീമെയിലാണോ എന്നൊക്കെ അറിയത്തില്ലെങ്കിൽ, സ്പെസിഫൈ ചെയ്യാത്ത സെക്സ് ആണെങ്കിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നും ഇല്ലാത്താണെങ്കിൽ അതിന് നമ്മൾ സെക്സ് അൺസ്പെസിഫൈഡ് എന്നാണ് പറയുക. അതിനുള്ള സിംബലാണിത്. ഇനി ഇതിലെ ഏതെങ്കിലും ഈ പറഞ്ഞ 3 സിംബൽ മെയിലിൻ്റെയോ ഫീമെയിലിൻ്റെയോ സെക്സ് അൺസ്പെസിഫൈഡിനോ ഏതെങ്കിലും തരത്തിലുള്ള നമ്മൾ പഠിക്കുന്ന ട്രേറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ അഫക്റ്റഡ് ഇൻഡിവിജ്വൽസിനെ ഇങ്ങനെ ഡാർക്ക് ചെയ്ത് സൂചിപ്പിക്കും. അതിൻ്റെ ഉള്ളിൽ ഡാർക്ക് ചെയ്താൽ അത് അഫക്റ്റഡ് എന്നാണ് അർത്ഥം. ആ ഡിസീസ് അല്ലെങ്കിൽ ആ ട്രേറ്റ് അഫക്റ്റ് ചെയ്തു എന്നർത്ഥം. അതാണ് നമ്മൾ ഡാർക്ക് ചെയ്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതേ സിംബലുകൾ തന്നെ അതിനുള്ളിൽ ഡാർക്ക് ചെയ്യുമ്പോൾ ഇതെന്ന് പറയുന്നത് അഫക്റ്റഡ് മെയിലാണ്, ഇത് അഫക്റ്റഡ് ഫീമെയിലാണ്, ഇത് അഫക്റ്റഡ് സെക്സ് അൺസ്പെസിഫൈഡ് ആണ്. അങ്ങനെ ഉദ്ദേശിക്കുന്നത് ഓരോന്നും ആ രീതിയിൽ ചെയ്യും. ഇനി ഒരു മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും സിംബലുകൾ തമ്മിൽ ഇങ്ങനെ ഇതേപോലെ വരച്ച് യോജിപ്പിച്ചാൽ അതിനെ മേറ്റിംഗ്, അവരുടെ വിവാഹം കഴിഞ്ഞു അല്ലെങ്കിൽ അവരുടെ ഒരു തലമുറ അവരെ ഒന്നിച്ച് ജീവിക്കുന്നു എന്നർത്ഥം. മെയ്റ്റിങ്ങിനാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ രണ്ടുപേരും നമ്മൾ ക്ലോസ് ചെയ്താൽ. ഇനി 2 വരകൾ കൊണ്ടാണ് യോജിപ്പിക്കുന്നതെങ്കിൽ, അതേ ചിത്രം തന്നെ നമ്മൾ 2 വരകൾ കൊണ്ടാണ് യോജിപ്പിക്കുന്നതെങ്കിൽ ഇറ്റ് ഇസ് മേറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ് അല്ലെങ്കിൽ കൺസാൻഗ്യൂനിയസ് മേറ്റിംഗ് എന്ന് പറയും. വളരെ റിലേറ്റീവ് ആയിട്ടുള്ള ജനറ്റിക് ആയിട്ട് റിലേറ്റീവ് ആയിട്ടുള്ള 2 പേര് തമ്മിലുള്ള വിവാഹത്തെ കഴിക്കും. നമ്മൾ കസിൻ വിവാഹങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മേറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ് അതിനെയാണ് നമ്മൾ കൺസാൻഗ്യൂനിയസ് മേറ്റിംഗ് എന്ന് പറയുന്നത്. 2 വരകൾ കൊണ്ടാണ് യോജിക്കുന്നത്. അപ്പോൾ ഒന്ന് മാത്രമാണെങ്കിൽ സാധാരണ മാരേജാണ്, ഇതാണെങ്കിൽ വിവാഹം നമ്മൾ റിലേറ്റീവ്സ് തമ്മിലുള്ള മീറ്റിംഗ്. അതാണ് നമ്മൾ ശരിക്കും കൺസാൻഗ്യൂനിയസ് മീറ്റിംഗ് എന്ന് പറയും. ഇനി അടുത്ത് നോക്കിയാൽ എങ്ങനെയാണ് നടത്തുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് ഇവർ 2 പേര് യോജിച്ചു, അത് താഴോട്ട് വരച്ചു. പിന്നെയും നമ്മൾ താഴോട്ട് കാണിക്കുമ്പോൾ ഇത് അവരുടെ കുട്ടികളായിട്ടാണ് കാണിക്കുന്നത്. അതായത് പേരൻസ് എബോവ് ആൻഡ് ചിൽഡ്രൻ ബിലോ ഇൻ ഓർഡർ ഓഫ് ബർത്ത് ലെഫ്റ്റ് ടു റൈറ്റ്. അതായത് ഇവിടെ നമുക്ക് ഇങ്ങനെ ഫാദർ മദർ താഴേക്ക് വന്ന് കുട്ടികൾ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് ഈ ചിത്രത്തിൽ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിനുശേഷം ഇതിൽ എപ്പോഴും നമ്മൾ ഓർഡർ ഓഫ് ബർത്ത് അനുസരിച്ചാണ് എഴുതുന്നത്. ഏറ്റവും മൂത്ത ആളിനെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എഴുതാം, ഇങ്ങോട്ട് വരുന്നതും പ്രായം കുറഞ്ഞു വരും. അപ്പം ഒരാൾക്കിപ്പം 2 കുട്ടികളാണ് ഇവിടെ നമുക്ക് ചിത്രത്തിൽ മനസ്സിലാവുന്നത്. ഇത് കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അടയാളപ്പെടുത്താം. അവരെ ക്രമം എഴുതാം. അവർ വിവാഹം കഴിച്ചാൽ അതിൽ നിന്ന് വീണ്ടും അടുത്തത് വരച്ച് നമുക്ക് അങ്ങനെ താഴേക്ക് പോകാൻ വേണ്ടി പറ്റും. ഇങ്ങനെ നമുക്ക് വലിയ ഫാമിലി ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഫാമിലി ഹിസ്റ്ററി അറിയുന്നത്രയും നമുക്ക് ഇതേപോലെ എഴുതി നോക്കാം. 2-3 തലമുറയുടെ രക്ഷിതാക്കളോടൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ ഇതേപോലെ ഫാമിലി ഹിസ്റ്ററി എഴുതി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇനി മറ്റൊന്ന്, ഇവിടെ പേരൻസ് ഇത് മെയിൽ ചൈൽഡ് അഫക്റ്റഡ് വിത്ത് ഡിസീസ്. ഇതിപ്പോൾ നമുക്ക് ഇവിടെ ഒരു മെയിൽ ചൈൽഡിന് രോഗമുണ്ടെന്ന് സൂചിപ്പിക്കുക ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു കുട്ടിയാണുള്ളത്, മെയിൽ ചൈൽഡാണ്, പക്ഷെ അത് രോഗബാധിതമാണ് അല്ലെങ്കിൽ ആ ട്രേറ്റ് നമ്മൾ പഠിക്കുന്ന ട്രേറ്റ് ഉണ്ട് എന്നർത്ഥം. അത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് മകൻ്റെ ഇത് ഡാക്കിയിരിക്കുന്നത്. ഇനി ഇങ്ങനെ എഴുതിയിട്ട് ഈ രീതിയിൽ എഴുതിയാൽ 5 അൺഅഫക്റ്റഡ് ഓസ്പെക്ട്സ്, അതായത് മെയിലോ ഫീമെയിലോ വ്യത്യാസം ഇല്ലാതെ 5 പേർക്കും രോഗങ്ങളൊന്നും ഇല്ല എന്നിങ്ങനെ നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി. ഇതുപോലെ ചിത്രം താഴെ എഴുതിയാലും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ മാത്രം എഴുതിയാലും 5 അൺഅഫക്റ്റഡ് ഓസ്പെക്ട് എന്നാണ്. ആർക്കും തന്നെ രോഗമില്ല എന്ന് ഈ രീതിയിൽ നമുക്ക് സൂചിപ്പിക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇത് പെഡിഗ്രിയിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സിംബൽസാണ്. ഈ സിംബൽസ് എല്ലാം നിങ്ങൾ പഠിച്ചു വയ്ക്കണം. ഇത് എക്സാമിനേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും നമുക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണത്. അതുകൊണ്ട് അത് ഒന്ന് മറന്നുപോകാതെ ഓർത്തിരിക്കും. തീർച്ചയായിട്ടും നമുക്കത് ആവശ്യമാണ്. ഇനി each and every feature in any organism is controlled by one or the other gene located in the DNA present in the chromosome. അതായത് ഒരു ഓർഗാനിസത്തിലെ ഓരോ സ്വഭാവത്തെയും നിയന്ത്രിക്കുന്നത് അവരുടെ DNA-യിൽ കാണപ്പെടുന്ന ഏതെങ്കിലും ജീനുകളായിരിക്കും. ഒരാളുടെ ഓരോ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് അവരുടെ DNA-യിൽ കാണുന്ന ഒന്നോ അതിലധികമോ ജീനുകളായിരിക്കും.
DNA ഈസ് ദ ക്യാരിയർ ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ. DNA ആണ് ശരിക്കും ജനറ്റിക് ഇൻഫർമേഷൻ്റെ കാരിയർ എന്ന് പറയുന്നത്. സ്വഭാവ സവിശേഷത ക്യാരി ചെയ്യുന്ന എപ്പോഴും DNA ആണ്. ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ ജനറേഷൻ ടു ദി അതർ വിത്തൗട്ട് എനി ചേഞ്ച് ഓർ ആൾട്ടറേഷൻ. അതായത് DNA ജനറ്റിക് ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്നു. അത് ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് ക്യാരി ചെയ്യുന്നത് ഒരു ചേഞ്ചും ഇല്ലാതെയാണ് സാധാരണഗതിയിൽ. അപ്പോൾ DNA നമ്മുടെ ജനിതക സ്വഭാവങ്ങളെ ക്യാരി ചെയ്യുന്നത് DNA ആണ്. അത് ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ക്യാരി ചെയ്യപ്പെടുന്നത് വിത്തൗട്ട് എനി ചേഞ്ച് ഓർ ഓൾട്ടറേഷൻ ആണ്. ഒരു മാറ്റവും ഇല്ലാതെയാണ് സാധാരണഗതിയിൽ തലമുറ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ചേഞ്ചസ് ഓർ ഓൾട്ടറേഷൻ ഡു ടേക്സ് പ്ലേസ് ഒക്കേഷണലി. അപൂർവമായി ചേഞ്ചസ് ഓർ ഓൾട്ടറേഷൻ ഡു ടേക്സ് പ്ലേസ് ഒക്കേഷണലി. ചിലപ്പോഴെങ്കിലും ചേഞ്ചസ് ഉണ്ടാകാറുണ്ട്. അതായത് ചിലപ്പോഴൊക്കെ നമുക്ക് ചേഞ്ചസ് ഓർ ഓൾട്ടറേഷൻ ഡു ടേക്സ് പ്ലേസ് ഒക്കേഷണലി, ചിലപ്പോൾ മാത്രമാണ് പറഞ്ഞതിനർത്ഥം. അതായത് DNA ആണ് ജനതക ഇൻഫർമേഷൻ്റെ കാരിയർ എന്ന് പറയുന്നത്. അത് സാധാരണയിൽ ഒരു മാറ്റം ഇല്ലാതെയാണ് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. എന്നാൽ ചില സമയങ്ങളിൽ അങ്ങനെ ചില ചേഞ്ചസ് ഉണ്ടാകാറുണ്ട്. ആൻ ഓൾട്ടറേഷൻ ഓർ ചേഞ്ച് ഇൻ ദ ജനറ്റിക് മെറ്റീരിയൽ ഈസ് റെഫേർഡ് ടു ആസ് മ്യൂട്ടേഷൻ. അങ്ങനെ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടാകുന്ന ചേഞ്ചുകളെയാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ജനിതക മെറ്റീരിയൽ ഉണ്ടാകുന്ന ചേഞ്ചുകളാണ് ശരിക്കും മ്യൂട്ടേഷൻ എന്ന് നേരത്തെ പറഞ്ഞു. എ നമ്പർ ഓഫ് ഡിസോർഡേഴ്സ് ഇൻ ഹ്യൂമൻ ബീങ്സ് ഡ്യൂ ടു ചേഞ്ച്ഡ് ഓർ ആൾട്ടേർഡ് ജീൻസ് ഓർ ക്രോമസോംസ്. മനുഷ്യരിലുണ്ടാകുന്ന പല ജനിതക വൈകല്യങ്ങൾക്കും കാരണം ഇത്തരത്തിലുണ്ടാകുന്ന ജീനുകളിൽ അല്ലെങ്കിൽ ക്രോമസോമിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. ജീനുകളിലോ ക്രോമസോമിലോ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ജനിതക വൈകല്യങ്ങൾക്ക് കാരണമാകുന്നു. അല്ലെങ്കിൽ ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടാക്കുന്നത് ജീനുകളിലോ ക്രോമസോമിലോ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളാണ്. ഇനി ദ ജനറ്റിക് ഡിസോർഡേഴ്സ് മേ ബി ജനറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് രണ്ട് കാറ്റഗറിയിലെ തിരിച്ചിട്ടുണ്ട്. ജനറ്റിക് ഡിസോർഡേഴ്സ് മേ ബി ഗ്രൂപ്പ്ഡ് ഇൻടു ടു കാറ്റഗറീസ്, മെന്റീരിയൽ ഡിസോർഡേഴ്സ് ആൻഡ് ക്രോമസോമൽ ഡിസോർഡേഴ്സ്. രണ്ട് തരം ജനറ്റിക് ഡിസോർഡേഴ്സ് ആണുള്ളത്. ഒന്ന് മെന്റീരിയൽ ഡിസോർഡേഴ്സ്, മറ്റൊന്ന് ക്രോമസോമൽ ഡിസോർഡേഴ്സ്. മെന്റീരിയൽ ഡിസോർഡേഴ്സും ക്രോമസോമൽ ഡിസോർഡേഴ്സ്, ഇങ്ങനെ നമുക്ക് രണ്ട് തരം ഡിസോർഡറുകൾ ജനതക വൈകല്യങ്ങൾ രണ്ട് തരത്തിലുണ്ട്. മെന്റീരിയൽ ഡിസോർഡേഴ്സും ക്രോമസോമൽ ഡിസോർഡേഴ്സും. ഇവ നമ്മൾ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വയ്ക്കണം. മെന്റീരിയൽ ഡിസോർഡേഴ്സ് ആർ മെയിൻലി ഡിറ്റർമിൻഡ് ബൈ ഓൾട്ടറേഷൻ ഓർ മ്യൂട്ടേഷൻ ഇൻ ദ സിംഗിൾ ജീൻ. ഒരു സിംഗിൾ ജീനിലുണ്ടാകുന്ന ചേഞ്ച് അല്ലെങ്കിൽ മ്യൂട്ടേഷൻ, അതിനെയാണ് നമ്മൾ മെന്റീരിയൽ ഡിസോർഡർ എന്ന് പറയുന്നത്. അതാണ് വ്യത്യാസം. ഒരു സിംഗിൾ ജീനിലുണ്ടാകുന്ന മ്യൂട്ടേഷനെയാണ് അല്ലെങ്കിൽ ഓൾട്ടറേഷനെയാണ് മെന്റീരിയൽ ഡിസോർഡർ എന്ന് പറയുന്നത്. These disorders are transmitted to the offspring on the same line as we have studied in the principle of inheritance. അതായത് മെന്റീരിയൽ ഇൻഹെറിറ്റൻസ് ആയതുകൊണ്ട് അതിൽ നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഡിസോർഡർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് മെന്റലിന്റെ പാറ്റേൺ ഇൻഹെറിറ്റൻസ് ആണ്. അതായത് എന്താണ്, ഡോമിനന്റ് റെസസീവ് ആണ്. ഡോമിനന്റ് ഡിസീസ് ഡോമിനന്റ് ആണോ റെസസീവ് ആണോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഡോമിനന്റ് ഡിസീസ് ആണെങ്കിൽ ശരിക്കും ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിൽ പോകുമ്പോൾ നമുക്കറിയാം, ഒന്നാം തലമുറയിൽ രണ്ടും കൂടി വരും. അത് ഡോമിനന്റ് ജീനുകളും റെസസീവ് ജീനുകളും ഒന്നിച്ച് വന്നാൽ എപ്പോഴും ഡോമിനന്റ് ജീൻ മാത്രമേ എക്സ്പ്രസ് ചെയ്യൂ. നേരെ കുറച്ച് രണ്ട് റെസസീവ് ജീനുകൾ ഒന്നിച്ച് വരുമ്പോഴാണ് റെസസീവ് ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുന്നത്. അത് ഡിസോർഡേഴ്സിന്റെ കാര്യത്തിലും ബാധകമാണ്. ഒരു ഡിസോർഡർ ഉണ്ടാകുമ്പോഴും രണ്ട് ജീനുകൾ റെസസീവ് ജീനുകളാണെങ്കിലും അതിനെയാണ് നമ്മൾ മെന്റീരിയൽ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് പറയുന്നത്. ഇപ്പൊ നമ്മൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറഞ്ഞാൽ രണ്ട് ജീനുകൾ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു അത് ടോളായിട്ട് മാത്രമേ എക്സ്പ്രസ് ചെയ്യുള്ളൂ. പക്ഷേ സ്മോൾ ടി എന്ന് പറയുമ്പോഴാണ് റെസസീവായ ഡാർക്ക് ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഡിസീസ് ഉണ്ടാകുമ്പോഴും രണ്ട് ജീനുകളും ഡോമിനന്റ് ആയിരിക്കുകയോ ഒരു ജീൻ ഡോമിനന്റ് ഒരു റെസസീവ് ആയിരിക്കുകയോ ചെയ്താലും ഡിസോർഡേഴ്സ് ഉണ്ടാകുമ്പോഴും ഉണ്ടാവുള്ളൂ ഡോമിനന്റ് ജീൻ ഉണ്ടാകുമ്പോഴായിരിക്കും അത് എക്സ്പ്രസ് ചെയ്യുന്നത്. നേരെ മറിച്ച് രണ്ട് ജീനുകൾ റെസസീവ് ആകുമ്പോഴായിരിക്കും റെസസീവ് ഡിസീസുകൾ എക്സ്പ്രസ് ചെയ്യുന്നത്. The pattern of inheritance of such mental disorders can be traced in a family by the pedigree analysis. ശരിക്കും മെന്റൽ ഇൻഹെറിറ്റൻസ് ഡിസോർഡേഴ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെഡിഗ്രി അനാലിസിസ് ഉപയോഗിച്ച് കണ്ടെത്താൻ വേണ്ടി കഴിയും. ഇത്തരത്തിലുള്ള ഇൻഹെറിറ്റൻസ് കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മൾ പ്രധാനമായിട്ടും പെഡിഗ്രി അനാലിസിസ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു മെന്റൽ ഡിസോർഡേഴ്സ് നമുക്ക് പെഡിഗ്രി അനാലിസിസ് ഉപയോഗിച്ച് ട്രേസ് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു ഫാമിലി ഹിസ്റ്ററി. പ്രധാനപ്പെട്ട മോസ്റ്റ് കോമൺ ആൻഡ് പ്രിവലന്റ് മെന്റൽ ഡിസോർഡേഴ്സ് ഏതൊക്കെയാണ്? ഹീമോഫീലിയ, നിങ്ങൾ കേട്ടുണ്ട്, ഹീമോഫീലിയ അല്ലെങ്കിൽ ബ്രിഡേഴ്സ് ഡിസീസ്, രക്തം നിന്ന് വാർന്നു പോവുക, സിസ്റ്റിക് ഫൈബ്രോസിസ്, അതുപോലെ സിക്കിൾ സെൽ അനീമിയ, കളർ ബ്ലൈൻഡ്നെസ്, ഫിനൈൽ കീറ്റോനൂറിയ, തലാസീമിയ, ഇവയ്ക്കാണ് പ്രധാനപ്പെട്ട മെന്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ പറഞ്ഞു, ജനറ്റിക് ഡിസോർഡേഴ്സ് രണ്ട് തരത്തിലുള്ളതിൽ ഒന്നാണ് മെന്റൽ ഡിസോർഡർ, മറ്റൊന്ന് ക്രോമസോമൽ ഡിസോർഡറാണ്. അതിൽ മെന്റൽ ഡിസോർഡേഴ്സിന് കോമൺ എക്സാമ്പിളാണ് ഹീമോഫീലിയ, സിസ്റ്റിക് ഫൈബ്രോസിസ്, സിക്കിൾ സെൽ അനീമിയ, കളർ ബ്ലൈൻഡ്നെസ്, ഫിനൈൽ കീറ്റോനൂറിയ, തലാസീമിയ. ഈ എക്സാമ്പിളുകളെല്ലാം പഠിച്ചു വയ്ക്കണം. ഇതിൽ ചിലതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ വിശദമായി പഠിക്കാനുണ്ട്. പ്രധാനമായ മെന്റൽ ഡിസോർഡർ എന്ന് പറയുന്നതാണ് ഹീമോഫീലിയ, സിസ്റ്റിക് ഫൈബ്രോസിസ്, സിക്കിൾ സെൽ അനീമിയ, കളർ ബ്ലൈൻഡ്നെസ്, ഫിനൈൽ കീറ്റോനൂറിയ, തലാസീമിയ.
ഇതിൽ മെന്റൽ ഡിസോർഡേഴ്സ് മേ ഡോമിനന്റ് ഓർ റെസസീവ്. മെന്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് ഡോമിനന്റോ റെസസീവോ ആകാം. അതിന് നമുക്ക് രണ്ടായിട്ട് പറയാം. ചില മെന്റൽ ഡിസോർഡേഴ്സ് ഡോമിനന്റ് ആയിരിക്കും, ചിലത് റെസസീവ് ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത് മെന്റൽ പാറ്റേൺ ആണ് പറഞ്ഞത്. ഇനി ബൈ പെഡിഗ്രി അനാലിസിസ് വൺ ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് വെദർ ദ ട്രേറ്റ് ഇൻ എ ക്വസ്റ്റൻ ഈസ് ഡോമിനന്റ് ഓർ റെസസീവ്. ഒരു പെഡിഗ്രി അനാലിസിസ് നടക്കുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം ഇത് ഡോമിനന്റ് ട്രേറ്റ് ആണോ റെസസീവ് ട്രേറ്റ് ആണോ, ഈ ഡിസീസ് ഉണ്ടാകാൻ കാരണം ഡോമിനന്റ് ജീനാണോ റെസസീവ് ജീനാണോ എന്നൊക്കെ നമുക്ക് പെഡിഗ്രി അനാലിസിസ് ഉപയോഗിച്ച് കണ്ടെത്താൻ വേണ്ടി കഴിയും. Similarly, the trait may also be linked to sex chromosome mass in the case of hemophilia. എന്നാൽ ഹീമോഫീലിയ പോലുള്ള ചില രോഗങ്ങളാണെങ്കിൽ അത് എക്സ് ക്രോമസോം അല്ലെങ്കിൽ സെക്സ് ക്രോമസോമായിട്ടായിരിക്കും ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഹീമോഫീലിയ പോലുള്ള രോഗങ്ങളിൽ അങ്ങനെയുണ്ട്. നമ്മൾ ഡോമിനന്റ് റെസസീവ് ജീനുകൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അങ്ങനെയും വരാം. എങ്ങനെയാണ് സെക്സ് ക്രോമസോമുമായി ലിങ്ക് ചെയ്ത ചില ട്രേറ്റുകളുണ്ട്. ഇറ്റ് ഈസ് എവിഡന്റ് ദാറ്റ് ദിസ് എക്സ് ലിങ്ക്ഡ് റെസസീവ് ട്രേറ്റ് ഷോസ് ട്രാൻസ്മിഷൻ ഫ്രം കാരിയർ ഫീമെയിൽ ടു മെയിൽ പ്രൊജനി. പക്ഷേ എക്സ് ലിങ്ക്ഡ് റെസസീവ് ജീൻ ആണെങ്കിൽ ഒരു പ്രത്യേകത ദാറ്റ് ഷോസ് ട്രാൻസ്മിഷൻ ഫ്രം കാരിയർ ഫീമെയിൽ ടു മെയിൽ പ്രൊജനി. അതായത് അമ്മയിൽ നിന്നും ഒരു എക്സ് ക്രോമസോമാണ് എപ്പോഴും മകനിലേക്ക് ലഭിക്കുന്നത്. അമ്മയിൽ നിന്നും ഒരു എക്സ് ക്രോമസോം മാത്രം, കാരണം രണ്ടാമത്തെ ക്രോമസോം അച്ഛനിൽ നിന്ന് കിട്ടുന്നത് വൈ ക്രോമസോമാണ്. അപ്പൊ അമ്മയിൽ നിന്ന് ഒരു ജീൻ മാത്രം മകന് കിട്ടുന്നുണ്ട്. എക്സ് ക്രോമസോമിൽ ഒരു ഡിസീസ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് റെസസീവ് ട്രേറ്റ് ആണ്. വൈ ക്രോമസോമിൽ ആ ജീൻ ഇല്ല. അതുകൊണ്ട് എക്സ് ക്രോമസോമിൽ ഒരു ഡിസീസിന്റെ ട്രേറ്റ് ഉണ്ടെങ്കിൽ അയാൾ ശരിക്കും ഡിസോർഡർ ബാധിക്കുന്ന ആളായിരിക്കും. അതാണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ കാരണം ഇതാണ്, എക്സ് ലിങ്ക്ഡ് ജീനുകളിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ സെക്സ് ക്രോമസോമിൽ കാണുന്ന എക്സ് ക്രോമസോമിൽ കാണുന്ന ഒരു ട്രേറ്റ് ഫീമെയിലിൽ നിന്ന് നേരെ മകനിലേക്കാണ് പോകുന്നത്. കാരണം മകന് ഒരു എക്സ് ക്രോമസോം മാത്രമേ ഉള്ളൂ. അതിൽ റെസസീവ് ജീൻ വന്നാലും ആ രോഗം അവരിൽ പ്രത്യക്ഷപ്പെടും എന്നതാണ് പ്രത്യേകത. അതിന് ഒരു എക്സാമ്പിളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇത് നമുക്ക് കാണാം, ഒരു രണ്ട് റെപ്രസെന്റീവ് പെഡിഗ്രി അനാലിസിസ് ആണ്. ഇത് നമ്മൾ പഠിച്ചു വയ്ക്കുന്നതാണ്. രണ്ട് പെഡിഗ്രി അനാലിസിന്റെ എക്സാമ്പിൾ കാണണം. ഇത് നമുക്കിത് നോക്കിയിട്ട് ഇത് ഡോമിനന്റ് ആണോ റെസസീവ് ആണോ എന്ന് കണ്ടെത്താൻ വേണ്ടി കഴിയും. ഇത് ഡോമിനന്റ് ആണോ റെസസീവ് ആണോ എന്ന് നമുക്ക് ഇത് നോക്കിയിട്ട് വേണമെങ്കിൽ കണ്ടെത്താൻ വേണ്ടി പറ്റും. എന്തുകൊണ്ടാണ്? അതായത് ഇപ്പൊ ഇവിടെ നോക്കുക, ഒന്നാമത്തേതില് ഇതൊരു അഫക്റ്റഡ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഫീമെയിലാണ്. ഫീമെയിൽ അഫക്റ്റ് ആണ്, മെയിലും ഉണ്ട്. അപ്പൊ ഇവരുടെ അടുത്ത തലമുറയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആ അടുത്ത തലമുറയിലെ എത്ര പേരാണ്? ഒന്നാമത്തേത് ഒരു മകള്, രണ്ടാമത്തേത് മകൻ അഫക്റ്റഡ് ആണ്, മൂന്നാമത്തേത് ശരിക്കും മകൻ തന്നെയാണ്. ആ മകൻ വിവാഹം കഴിച്ചു എന്നാണ് വീണ്ടും ഇവിടെ മറ്റൊരു റൗണ്ട് കാണിച്ചിരിക്കുന്നത്. വിവാഹം കഴിച്ചിട്ടുണ്ട്. അതിൽ താഴേക്ക് വെച്ചിരിക്കുന്നതിനർത്ഥം അവരുടെ കുട്ടികളാണ്, 3 കുട്ടികൾ. ആദ്യത്തേത് പെൺകുട്ടി, പിന്നത്തെ വീണ്ടും പെൺകുട്ടി, പിന്നെ ഒരു ആൺകുട്ടി. ഇനി നാലാമത്തെ അതൊരു പെൺകുട്ടിയാണ്. അത് വിവാഹം കഴിച്ചു. അതിൻ്റെ പുരുഷനാണ് ഈ സൂചിപ്പിക്കുന്നത്. അവർക്ക് ഇതേപോലെ തന്നെ 3 മക്കൾ. മൂത്തത് ആൺകുട്ടി, രണ്ടാമത്തേത് ഒരു അഫക്റ്റഡ് ഫീമെയിൽ, പിന്നെ ഒരു മെയിൽ ചൈൽഡ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഇത് നോക്കിയാൽ എന്താ പ്രത്യേകത? ഇവിടെ നമുക്ക് ഇപ്പൊ നമ്മൾ അഫക്റ്റഡ് ഇൻഡിവിജ്വലായിട്ട് കാണുന്നത് പല സ്ഥലത്തും കാണുന്നുണ്ട്. പക്ഷെ അത് മെയിൽ ഫീമെയിൽ വ്യത്യാസമൊന്നുമില്ല. ആദ്യം അമ്മയ്ക്കാണ് രോഗമുള്ളത്. ഇവിടെ വരുമ്പോഴത്തേക്കും ആൺമക്കൾക്കും ഒരു ആൺകുട്ടിക്കുണ്ട്, ചില പെൺമക്കൾക്കും രോഗമുണ്ട്. അപ്പൊ അതിന് നമുക്ക് അങ്ങനെ അറിയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ അച്ഛനിൽ കാണുന്ന അമ്മയിൽ കാണുന്ന അച്ഛനിൽ കാണുന്ന ഒരു രോഗം കുട്ടികൾക്കുണ്ടാകുമ്പോൾ അത് നമ്മൾ ശരിക്കും അങ്ങനെയുള്ള ട്രേറ്റുകളെയാണ് നമ്മൾ ശരിക്കും ഡോമിനന്റ് ട്രേറ്റുകൾ എന്ന് പറയുന്നത്. അതായത് അച്ഛനിലോ അമ്മയിലോ ഉള്ള ഒരു രോഗം തന്നെയായിരിക്കും മക്കളിലും വരുന്നത്. ആൺകുട്ടികളോ പെൺകുട്ടികളോ വ്യത്യാസമില്ല. അങ്ങനെ വരികയാണെങ്കിൽ അത്തരം രോഗങ്ങളെ നമ്മൾ ശരിക്കും അത് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. നമ്മൾ ഓട്ടോസോമൽ ഡോമിനന്റ് ട്രേറ്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓട്ടോസോമൽ ഡോമിനന്റ് ട്രേറ്റ് അതിന് എക്സാമ്പിളാണ് ഈ മയോട്ടോണിക് ഡിസ്ട്രോഫി. നമ്മുടെ മസിലിലുണ്ടാകുന്ന ചില വൈകല്യങ്ങൾ. മയോട്ടോണിക് ഡിസ്ട്രോഫി എന്ന് പറയുന്ന രോഗം ശരിക്കും ഇതിന് എക്സാമ്പിളാണ്. മയോട്ടോണിക് ഡിസ്ട്രോഫി പെഡിഗ്രി അനാലിസിന്റെ ഒരു കോമൺ എക്സാമ്പിളാണ് നമ്മൾ ഓട്ടോസോമൽ ഡോമിനന്റ് ട്രേറ്റ്. അപ്പൊ ഇത് ഡോമിനന്റ് ആണെന്ന് കണ്ടെത്തുന്ന കാര്യം മനസ്സിലായല്ലോ. അതായത് ഫാദറിലോ മദറിലോ ഉള്ള ഒരു ട്രേറ്റ് കുട്ടികളിൽ കാണുമ്പോൾ നമുക്കതിനെ ഓട്ടോസോമൽ ഡോമിനന്റ് ട്രേറ്റ് എന്ന് പറയാം. ഇനി രണ്ടാമത്തെ നോക്കുക, ഇവിടെ ഇതേപോലെ തന്നെ. ഇവിടെ പക്ഷെ എന്താ, ഇവിടെ ഫാദറുണ്ട് മദറുണ്ട്. പക്ഷെ അവർക്ക് രണ്ടുപേർക്കും അഫക്റ്റഡ് ഇൻഡിവിജ്വൽ അല്ല. അവരുടെ സന്താനങ്ങളാണ് ഇതേപോലെ തന്നെ. മൂത്തത് ഒരു ആൺകുട്ടി, രണ്ടാമത്തേത് അഫക്റ്റഡ് മെയില്, പിന്നെ മൂന്നാമത്തേത് ഒരു പെൺകുട്ടി അഫക്റ്റഡ് അല്ല, വീണ്ടും ഒരു പെൺകുട്ടി അത് അഫക്റ്റഡ് ആണ്, പിന്നെ ഒരു ആൺകുട്ടി അത് അഫക്റ്റഡ് അല്ല. ഇനി അതിൽ ഈ പെൺകുട്ടിയാണ് ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നത്. വിവാഹം കഴിച്ചിട്ട് അവർക്ക് വീണ്ടും 3 കുട്ടികൾ. അതിൽ ഒന്നാമത്തെ അഫക്റ്റഡ് മെയില്, പിന്നെ അൺഅഫക്റ്റഡ് ആയിട്ടുള്ള 2 ഫീമെയിൽസും ഉണ്ട്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫാദറിലോ മദറിലോ ഈ രോഗം കാണുന്നില്ല, അല്ലെങ്കിൽ ട്രേറ്റ് കാണുന്നില്ല. പക്ഷെ കുട്ടികളിൽ ഇവിടെ കാണുന്നുണ്ട്.
ഇവിടെ എല്ലാം അങ്ങനെയാണ്. ഇവിടെ അതേപോലെ തന്നെ ഇവരുടെ എന്തൊന്നും ഇല്ല, പക്ഷെ അടുത്ത പറയുന്നത് ഇങ്ങനെയുള്ളത് റെസസീവ് ഡിസീസ് ആയിരിക്കും. അതായത് ഫാദറിലോ മദറിലോ കാണാതെ കുട്ടികളിൽ പ്രത്യക്ഷപ്പെടുന്ന രോഗങ്ങളാണ് റെസസീവ്. ഇങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക റെസസീവ് ആണോ ഡോമിനന്റ് ആണോ എന്ന് കണ്ടത്. അപ്പം ഓട്ടോസോമൽ റെസസീവ് ട്രേറ്റ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് ശരിക്കും ഇത്തരത്തിലൊരു റെസസീവ് ട്രേറ്റിന് എക്സാമ്പിളാണ്. സിക്കിൾ സെൽ അനീമിയ ഓട്ടോസോമൽ റെസസീവ് ട്രേറ്റിന് എക്സാമ്പിളാണ്. അപ്പൊ ഇത് ശരിക്കും ഓട്ടോസോമൽ ഡോമിനന്റ് ട്രേറ്റും ഇത് ഓട്ടോസോമൽ റെസസീവ് ട്രേറ്റും ആണ്. അപ്പോൾ നമുക്ക് ഓട്ടോസോമൽ ഡോമിനന്റ് ട്രേറ്റും ഉണ്ട്, ഓട്ടോസോമൽ റെസസീവ് ട്രേറ്റും ഉണ്ട്. ഓട്ടോസോമൽ ഡോമിനന്റ് ട്രേറ്റ് എന്ന് പറയുന്നത് കാണിക്കുന്നത് ഇത് ഓട്ടോസോമൽ റെസസീവ് ട്രേറ്റ് കാണിക്കുന്നു. ഓട്ടോസോമൽ ഡോമിനന്റ് ട്രേറ്റ്, ഓട്ടോസോമൽ റെസസീവ് ട്രേറ്റ് എങ്ങനെയാണ് കണ്ടെത്തുന്നത് മനസ്സിലായല്ലോ. അതായത് ഫാദറിലോ മദറിലോ റെപ്രസെന്റ് ചെയ്യപ്പെടുന്ന ഒരു ക്യാരക്ടർ മക്കളിലും പ്രത്യക്ഷപ്പെടുന്നതാണ് ഓട്ടോസോമൽ ഡോമിനന്റ് ട്രേറ്റ്. നേരെ മറിച്ച് ഫാദറിലോ മദറിലോ ഇല്ലാത്ത രോഗങ്ങൾ മക്കളിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് റെസസീവ് ട്രേറ്റിന് എക്സാമ്പിൾ. ഈ രണ്ട് എക്സാമ്പിളുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ഒന്ന് ഓട്ടോസോമൽ ഡോമിനന്റ് ട്രേറ്റ്, മറ്റൊന്ന് ഓട്ടോസോമൽ റെസസീവ് ട്രേറ്റ്. ഓട്ടോസോമൽ ഡോമിനന്റ് ട്രേറ്റിന് എക്സാമ്പിൾ മയോട്ടോണിക് ഡിസ്ട്രോഫി, ഓട്ടോസോമൽ റെസസീവ് ട്രേറ്റിന് എക്സാമ്പിൾ സിക്കിൾ സെൽ അനീമിയ. ഈ രോഗങ്ങളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പഠിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ഐഡിയ കിട്ടും. പക്ഷേ നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ പരീക്ഷയ്ക്ക് ഈ രണ്ട് ചിത്രങ്ങളിൽ മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ ചിത്രം തന്നതിന് ശേഷം ഇത് ഓട്ടോസോമൽ ഡോമിനന്റ് ഏതാണ്, ഓട്ടോസോമൽ റെസസീവ് ആണ് ഏതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അതിന് എക്സാമ്പിൾ ഒക്കെ മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളായി നമ്മൾ പഠിച്ചിരിക്കണം. അപ്പം ഈ ക്ലാസ്സിനെ കുറിച്ച് പിന്നെ ഈ മെന്റൽ ഡിസോർഡർ എന്ന് പറയുന്നതിനെ കുറിച്ച് എക്സാമ്പിളുകളാണ് നമുക്കിനി പഠിക്കേണ്ടത്. അപ്പോൾ അത് വലിയ ക്ലാസ് ആയി പോകുന്നതുകൊണ്ട് തൽക്കാലം ഇവിടെ വെച്ച് നിർത്താം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗം പഠിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും